വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ WCC നിയമ സംവിധാനത്തെക്കുറിച്ച്, ഒരു നിയമ സാധ്യതയെക്കുറിച്ച് ആലോചിക്കുന്നുവെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ പോലീസിൻ്റെ മുന്നിൽ പോലീസ് എടുക്കേണ്ട കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. എൻ്റെ ഒരു സംശയം, ഇതിന് കോടതിയിൽ ഒരാൾ മൻഡാമസ് റിട്ടുമായി പോയാൽ കോടതിക്ക് ഇതിൽ തീർപ്പെടുത്തലേ മതിയാവൂ? അപ്പോൾ സ്വാഭാവികമായും ഈ റിപ്പോർട്ടുകൾ കോടതിയുടെ പരിഗണനയിലേക്ക് വരില്ലേ? ഇപ്പോൾ നമ്മൾ കോൾഡ് സ്റ്റോറേജിൽ വെച്ചിരിക്കുന്ന തെളിവുകൾ കോടതിയുടെ പരിഗണനയ്ക്ക് വന്നാൽ സ്വാഭാവികമായും ഈ കേസിൻ്റെ ആംഗിൾ തന്നെ മാറില്ലേ? ഞാൻ പറയുന്നത് കോടതിയിൽ എത്തുന്ന വിഷയമല്ല. പോലീസിന്റെ മുമ്പിൽ ഒരു സീരിയസ് കുറ്റകൃത്യം ചെയ്ത വിവരങ്ങൾ മുന്നിൽ പല്ലൊളിച്ചു നിൽക്കുന്നു. Can the police simply sit idle? What is the role of police? നമ്മുടെ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിക്ക് ഒരു സാധാരണക്കാരന് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയിട്ട് വേണോ ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അതിലെ പ്രതിയെ കണ്ടുപിടിച്ച് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുവാൻ? നമ്മുടെ റെസ്പെക്ടഡ് മേഡം പറഞ്ഞതുപോലെ ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ല ഇതില്ലേ. കാണുന്ന പ്രേക്ഷകന് സംശയമുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. അതായത് ഇതിൽ പോക്സോ കേസ് ഇല്ല എന്ന് കരുതുക, 18 വയസ്സിന് മുകളിലുള്ളവരാണ് ഇവരെല്ലാവരുമെങ്കിൽ, ഇതൊരു പോഷ് കേസ് പ്രകാരം ഒരു തൊഴിലിടത്തിൽ നടന്ന ലൈംഗിക ചൂഷണത്തിൻ്റെ അവർക്ക് കേസ് കൊടുക്കാൻ താല്പര്യമില്ലാത്ത, ഭാവിയിൽ ഇത് ആവർത്തിക്കാൻ പാടില്ലാതിരിക്കാൻ വേണ്ടി ഒരു പഠന കമ്മിറ്റിക്ക് മുമ്പിൽ കൊടുത്തിരിക്കുന്ന മൊഴിയാണ്. അതുപ്രകാരം കേസെടുക്കുക സാധ്യമാണോ? അതായത് ഇരകൾക്കാർക്കും കേസ് കൊടുക്കാൻ താല്പര്യമില്ല. ഒരു കുറ്റകൃത്യത്തിലെ എഗ്രീവ്ഡ് പാർട്ടി ആരാണ്? വിക്ടിമല്ല, സ്റ്റേറ്റാണ്. ദിസ് ഈസ് എൻ ഒഫൻസ് അഗെയിൻസ്റ്റ് സ്റ്റേറ്റ്. ഇവിടെ ഒരു കൊലപാതകം നടന്നു, സ്വന്തം മകൻ ഒരാൾ കൊന്നു. അപ്പൊ അച്ഛൻ പറയുന്നു എനിക്കതിൽ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ടു പ്രൊസീഡ്. ക്യാൻ ദ പോലീസ് സിംപ്ലി സിറ്റ് ഐഡിൽ? നോ. ഒരു ഒഫൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഒഫൻസ് അഗെയിൻസ്റ്റ് സ്റ്റേറ്റ്. ഒരു ഭൂമി തർക്കത്തെ കുറിച്ചിട്ടോ പണം വായ്പ വാങ്ങിയെ കുറിച്ചോ വിഷയമാണെങ്കിൽ എനിക്ക് ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഓക്കെ. ദിസ് ഈസ് നോട്ട് എ ക്രൈം ലൈക്ക് ദാറ്റ്. ദിസ് ഈസ് എ ക്രൈം അഗെയിൻസ്റ്റ് സൊസൈറ്റി. ഞാൻ അഡ്വക്കേറ്റ് ആസഫ് അലി ഒരു കാര്യം കൂടി ഓപ്പണായി ഞാൻ ചോദിക്കുക, കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഒരു പക്ഷേ അത് അറിയാൻ ഒരു കൗതുകമുണ്ട്. ഒരു നടൻ ഒരു പെൺകുട്ടിയുമായി, 18 വയസ്സുള്ളൊരു പെൺകുട്ടിയുമായി എറണാകുളം മുതൽ തൃശ്ശൂർ വരെ കാറിൽ സഞ്ചരിക്കുമ്പോൾ തൃശ്ശൂർ എത്തുമ്പോഴേക്കും ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ പാടുകൾ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള ഗുരുതര വെളിപ്പെടുത്തലുകൾ ഈ തെളിവുകളിലുണ്ട്. അഡ്വക്കേറ്റ് ആസഫ് അലി, അങ്ങേക്ക് എന്നെ വിശ്വസിക്കാം. ഫ്രം ദി ഓത്തൻറ്റിക് സോഴ്സ് ഐ എം സെയിങ് സോ. നമ്പർ 2, ഇതിൽ ചില നടന്മാർ, ഈ നടിമാർക്ക് അയച്ചു കൊടുത്തിരിക്കുന്ന ദൃശ്യങ്ങളിൽ അവരുടെ സ്വകാര്യ ദൃശ്യങ്ങളുണ്ട്. നമ്പർ 3, നഗ്നത പ്രദർശിപ്പിക്കാനും ഹോട്ടലിലേക്ക് ക്ഷണിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള മൊഴികളുണ്ട്. നമ്പർ 4, ലൈംഗിക ബന്ധത്തിന് ക്ഷണിച്ചുകൊണ്ടുള്ള വാട്സപ്പ് ചാറ്റുകളുണ്ട്, ഓഡിയോ ചാറ്റുകളുണ്ട്. ഇത്രയും പോരെ? ഞാനതാ പറയുന്നത്, ഈ ഇൻഫർമേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ കോഗ്നിസബിൾ ഒഫൻസ്. ഇതിൽ വിക്ടിം എനിക്ക് പരാതി ഇല്ല എന്ന് പറയുന്നത് അപ്രസക്തമാണ്, ഇമ്മെറ്റീരിയൽ ആണ്, ഇറലവന്റ് ആണ്. ഇവിടെ എഗ്രീവ്ഡ് പാർട്ടി ആരാണ്? സ്റ്റേറ്റ് ആണ്. ഇങ്ങനെ പരാതി പറയാൻ ചിലപ്പോൾ പരാതി പറയാൻ ധൈര്യമുണ്ടാവില്ല. അവരെ ഫിസിക്കലി എനിഹിലേറ്റ് ചെയ്താളിയും ഉന്മൂലനം ചെയ്താളിയും അവർ പറയുന്നു എനിക്കിതിൽ പരാതി പറയാൻ. എല്ലാ സാക്ഷികളും പിന്നെ ഹോസ്റ്റേജായ ചില കേസ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിൽ കോടതി ശിക്ഷിക്കുന്നില്ലേ? ഇവിടെ പരാതി WCC അല്ല, ഇവിടെ പരാതി വിക്ടിം ഗേൾ അല്ല. അങ്ങനെയാണ് ചെറിയ കുട്ടിയെ ആക്രമിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പരാതി ഉണ്ടാവൂ? ഇല്ലല്ലോ. ഇവിടെ സ്റ്റേറ്റ് ആണ്. ഈ ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യണം. പ്രതികളെ സ്ഥാനത്ത് ആരെയും ചേർക്കണ്ട. യു ഇൻവെസ്റ്റിഗേറ്റ്. നിങ്ങൾ കേസ് അന്വേഷിച്ചു കഴിഞ്ഞാലല്ലേ ആരാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് കുറ്റകൃത്യം ചെയ്തത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ ദർ ഈസ് എ സെക്ഷൽ അസോൾട്ട്, അതിക്രമം ഉണ്ടായിട്ടുണ്ട്, പീഡനം ഉണ്ടായിട്ടുണ്ട്, പരിക്കുകൾ ആസ് യു റൈറ്റ്ലി പോയിന്റഡ് ഔട്ട് അവര് പാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് പോരെ? ഒരു കാര്യം കൂടി, നടി രഞ്ജിനി അടക്കം നമ്മളോട് പറഞ്ഞത് അവരൊരു കൺസെന്റ് ലെറ്ററിൽ എഴുതി ഒപ്പിട്ടിട്ടുണ്ട്. അതായത് ഈ വിവരങ്ങൾ തികച്ചും സ്വകാര്യമാണെന്നും അത് പ്രസിദ്ധീകരിക്കരുതെന്നും ഇവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുതെന്നും ഈ ഇരകൾ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അവരുടെ മൊഴികൾ പുറത്തു പോകരുതെന്നും അവരെഴുതി ഒപ്പിട്ടിട്ടുണ്ട്. അങ്ങനെ പുറത്തു പോകരുതെന്ന് പറഞ്ഞത് നിയമപരമായ നടപടിക്രമങ്ങൾക്കൊരു പോലീസിന് ആക്സസ് ചെയ്യാൻ കഴിയുമോ? അതായത് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിയുടെ ഭാഗമായ രണ്ടാമത്തെ ഭാഗമാണ് തെളിവുകൾ. ആ രണ്ടാമത്തെ ഭാഗമായ തെളിവുകളും വാട്സപ്പ് ചാറ്റുകളും ഡോക്യുമെൻറ്റുകളും
മൊഴികളും വളരെ കോൺഫിഡൻഷ്യൽ ആണെന്നിരിക്കെ FIR രജിസ്റ്റർ ചെയ്താൽ പോലീസിന് സീസ് ചെയ്യാൻ കഴിയുമോ? പോലീസിന് അത് ലഭ്യമാക്കേണ്ടതുണ്ടോ? 100% പോലീസിന് ഇതെല്ലാം ആക്സസ് ചെയ്യാം. പോലീസിന് കേസന്വേഷണത്തിന്റെ ഭാഗമായി റേപ്പ് കേസിലെ, അസോൾട്ട് കേസിന്റെ, പീഡന കേസിന്റെ, ഈ പോക്സോ കേസിന്റെ എല്ലാ വിവരങ്ങളും പോലീസ് ദേ ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി. അവര് പുറത്തുവിട്ടാൽ അത് ഒഫൻസാണ്. പോക്സോ നിയമപ്രകാരം ഒഫൻസാണ്. പുതിയ ന്യായസംഹിത IPC പ്രകാരം ഒഫൻസാണ്. അവരുടെ വിവരങ്ങൾ അതീവ രഹസ്യമാണ്. നിങ്ങൾ അറിയുമ്പോൾ കോടതിയിൽ നമ്മൾ അപ്പീൽ ഫയൽ ചെയ്യുമ്പോൾ ആ പേര് പോലും മാസ്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അത്ര കണ്ട് സംരക്ഷണം അവരുടെ ഐഡന്റിറ്റിക്ക് നൽകിയിട്ട് മാത്രമേ ആ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുള്ളൂ. വിചാരണ ഇൻ ക്യാമറയിലാണ്, അത് പുറത്തു പോവില്ല. അതാണല്ലോ നിയമത്തിന്റെ പരിരക്ഷ. ഞാൻ പറയുന്നത് വിക്ടിമിനാണ് ഈ പരിരക്ഷ, നോട്ട് ഫോർ ദി അക്യൂസ്ഡ്. താങ്കൾ വളരെ വ്യക്തമായി പറയുന്നു, സ്റ്റേറ്റ് ഇപ്പോൾ ചെയ്യേണ്ടത് ഒരു കോൺക്ലേവ് നടത്തി ചർച്ച ചെയ്ത് ഇത് അവസാനിപ്പിക്കലല്ല. ഉടൻ FIR ഇടണം, വൈകാതെ തന്നെ, കഴിയുമെങ്കിൽ ഇന്ന്, അല്പം ഈ മണിക്കൂറിൽ തന്നെ FIR ഇടണം. അതാണ് അങ്ങയുടെ ആവശ്യം. ഈ 0 FIR ഇപ്പോൾ ആസാമിലോ ഡൽഹിയിലോ പോലീസിന് FIR ഇടാൻ പറ്റുന്ന കേസാണിത്. കേരളത്തിൽ ഇങ്ങനെ സിനിമാ രംഗത്തെ അതിക്രമങ്ങളെ കുറിച്ച് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഇപ്പോഴത്തെ പുതിയ BNSS 173 അനുസരിച്ച് ഡൽഹിയിലെ പോലീസിന് FIR ഇട്ട് ഇവിടെ കേസ് അന്വേഷിക്കാൻ വേണ്ടി ഇവിടുത്തെ പോലീസിനോട് പറയാം. അതായത് ഒരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ ഡൽഹിയിലോ മറ്റേതെങ്കിലും സംസ്ഥാനത്തോ 0 FIR ഇടുന്നതിനേക്കാൾ കൂടുതൽ കൃത്യമായി നമ്മുടെ സംസ്ഥാനത്ത് FIR ഇട്ട് ഒരു SIT ഉപയോഗിച്ചുകൊണ്ട് ഈ തെളിവുകൾ പുറത്തു പോവാത്ത രീതിയിൽ കേസ് നടത്തി ഇരകൾക്ക് നീതി കൊടുക്കണം. അതല്ലേ നമ്മുടെ ആവശ്യം? അതല്ലെങ്കിൽ ഇങ്ങനൊരു ഇംപ്ലിക്കേഷൻ ഉണ്ട്. കാര്യം മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഒരു 0 FIR ഇടുക, പിന്നീട് ഈ തെളിവുകൾ ആ പോലീസിലേക്ക് പോവുക, ഉത്തരവാദിത്വമില്ലാതെ അത് പുറത്തു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവുക. ഞാനേ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയുടെ പരിഷ്കാരത്തെ കുറിച്ചാണ്. അങ്ങനെയും ആവാം. ഈ കോൺക്ലേവ് എന്ന് പറഞ്ഞാൽ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയുള്ള കോൺക്ലേവ് ആണത്. കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയുള്ള കോൺക്ലേവ് ആണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഒരു കൊലപാതകം നടന്നാൽ പ്രതികളെ പിടിക്കേണ്ടതിന് പകരം സർക്കാർ കോൺക്ലേവ് ആണോ നടത്തുക? ഒരു മർഡർ ആൻഡ് റേപ്പ്, വാട്ട് ഈസ് ദ ഡിഫറൻസ്? ബോത്ത് ആർ ക്രിമിനൽ ഒഫൻസ്, ഗ്രീവിയസ് ഒഫൻസ്. നമ്മുടെ ചാനൽ കൂടി ഇതിനകത്ത് എടുക്കേണ്ട ഒരു പൊസിഷൻ ഉണ്ട്. കാര്യം ഈ പോരാട്ടത്തിൽ ആദ്യന്തം റിപ്പോർട്ടർ TV ഉണ്ടായിരുന്നു. ഇപ്പോൾ റിപ്പോർട്ടർ ഈ റിപ്പോർട്ട് പുറത്തെത്തിക്കാൻ വേണ്ടി ഒരുപാട് പോരാട്ടങ്ങൾ നടത്തി, ഒരുപാട് പരിശ്രമിച്ചു. നികേഷ് കുമാറും നമ്മളുടെ റോഷിപാലും അടക്കമുള്ള സംഘം തുടർച്ചയായിട്ട് അതിന് പിന്നിലുണ്ടായിരുന്നു. ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നു. പക്ഷേ ഇനി എങ്ങോട്ട് എന്ന ചോദ്യത്തിന് മുന്നിൽ ഞങ്ങളുടെ ഒരേ ഒരു ആശങ്ക, ഇത് ഏതെങ്കിലും തരത്തിൽ SIT-യിലേക്കോ പോലീസ് അന്വേഷണത്തിലേക്കോ പോയാൽ ഈ ഇരകളുടെ കോൺഫിഡൻഷ്യാലിറ്റിയും അവരുടെ സ്വസ്ഥ ജീവിതത്തെയും അത് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് ചിലരെങ്കിലും പറയുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണ് അസഫ് അലി? അത് പ്രതികൾക്ക് വേണ്ടി പ്രതികൾ പടച്ചുണ്ടാക്കുന്ന കള്ളക്കഥകളാണ്. അങ്ങനെ ഇരകൾക്ക് പേടിയും ഭയവും ആശങ്കയും ഉണ്ട് എന്ന് വന്നാൽ നമ്മുടെ നാട്ടിൽ ഒരൊറ്റ കുറ്റകൃത്യവും അന്വേഷിക്കാനോ കുറ്റവാളികളെ പിടിക്കാനോ കഴിയില്ല. അസഫ് അലി, നമ്മൾ എല്ലാവരും സ്വീകരിക്കേണ്ട നിലപാട് അത് തന്നെയാണ്. കേസെടുക്കണം സർക്കാർ. ഒറ്റ നിലപാടേ ഉള്ളൂ, കേസെടുക്കണം സർക്കാർ. കോൺക്ലേവ് നടത്തി ചായ കുടിച്ചു പിരിയുകയല്ല വേണ്ടത്. അല്ല, അത് തെളിവ് നശിപ്പിക്കാൻ, കേസ് കുഴിച്ചുമൂടാൻ വേണ്ടിയുള്ള കോൺക്ലേവ് ആണത്. ഈ വന്നിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസ് ഇല്ലായ്മ ചെയ്യാൻ ഈ ഇരകളെ വിളിച്ചു വരുത്തി അവരെ സമാധാനിപ്പിച്ച് അവരിൽ ആശങ്കയുണ്ടാക്കി നിങ്ങൾ തുടർ നടപടികളുമായി മുന്നോട്ട് പോകരുത് എന്ന് വരുത്താൻ വേണ്ടി സർക്കാർ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു വിദ്യയാണ് ഈ കോൺക്ലേവ്. നമുക്ക് വൈകുന്നേരം 7 മണിക്ക് വിശദമായി ഇത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമ്മളും ആ നിലപാട് സ്വീകരിക്കുകയാണ്. നമ്മൾ കൂടുതൽ കൂടിയാലോചനകൾക്ക് ശേഷം റിപ്പോർട്ടറും നമ്മളിപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലായിട്ടുണ്ടാകും, കോൺക്ലേവ് അല്ല വേണ്ടത്, അന്വേഷണമാണ് വേണ്ടത്, FIR രജിസ്റ്റർ ചെയ്യലാണ് വേണ്ടത്. താങ്ക് യു അഡ്വക്കേറ്റ് അസഫ് അലി. നമുക്ക് വൈകുന്നേരം 7 മണിക്ക് കുറച്ചുകൂടി വിശദമായി ചർച്ച ചെയ്യാം. ഇത് എന്താണ് ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ് എന്നുള്ളതിനെ കുറിച്ച് ഒരു കൃത്യമായ നിലപാട് വൈകുന്നേരം 7 മണിയോടുകൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. താങ്ക് യു അഡ്വക്കേറ്റ് അസഫ് അലി, നമുക്കൊപ്പം ചർച്ചയിൽ ചേർന്നതിന്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കരുതുന്നത് പോലെ ഒരു കോൺക്ലേവ് നടത്തി സർക്കാരിന് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു ഭൂതത്തെയല്ല കുടത്തിൽ നിന്ന് തുറന്നു വിട്ടിരിക്കുന്നത്. ഇത്
ഒരു വലിയ നിയമപ്രശ്നമായി മറികടക്കണം, ഒരു നിയമപ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 0 FIR ഇട്ട് രാജ്യത്തെ ഏത് പോലീസ് സ്റ്റേഷനിലും ഈ കേസ് ഇന്നിപ്പോൾ രജിസ്റ്റർ ചെയ്യാവുന്ന സംവിധാനമാണ്, സാഹചര്യമാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉടൻ തന്നെ ഒരു FIR ഇട്ട് ഈ കേസ് ഒരു SIT ഏൽപ്പിച്ച് ഇരകളുടെ ഐഡന്റിറ്റി അടക്കം പുറത്തു പോകാത്ത രീതിയിൽ ഈ കേസ് സമഗ്രമായി അന്വേഷിച്ച് ഈ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ എല്ലാ നരാധവന്മാരെയും, നക്ഷത്രങ്ങളെന്ന് കരുതിയ നരാധവന്മാരെയും നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കണം. ആ സിസ്റ്റത്തെ നമുക്ക് പരിഷ്കരിക്കാൻ സാധിക്കണം. അതിന് WCC നിയമ വഴിയിലേക്ക് പോകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നിയമസാധ്യത തേടും എന്നാണ് ഇപ്പോൾ ബീന പോൾ പറഞ്ഞിരിക്കുന്നത്. അത് അവർ കൂടി ആലോചിച്ചതിന് ശേഷം മാത്രമേ അന്തിമ തീരുമാനം എത്തുകയുള്ളൂ എന്ന് പറയുന്നു.